ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വർക്ക് ഫ്രം ഹോം എന്ന ആ ഒരു മേഖലയിൽ നടക്കുന്ന വളരെ വലിയ തട്ടിപ്പുകളെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്കറിയുന്ന ഒരാൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും തുടർന്ന് അദ്ദേഹം ഈ ഒരു എക്സ്പീരിയൻസ് ഞാനുമായി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ അറിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് ന്യൂസുകൾ നമ്മുടെ വാർത്താ ചാനലുകൾ വരികയുണ്ടായി. അപ്പോൾ വർക്ക് ഫ്രം ഹോം എന്ന ഒരു മേഖല, ആ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഈ ഒരു വർക്ക് ഫ്രം ഹോം കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഗൂഗിളിൽ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോം, നല്ല വർക്ക് ഫ്രം ഹോം ജോലി കിട്ടാം. അതുപോലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് വർക്ക് ഫ്രം ഹോമിന്റെ, പലതരത്തിലുള്ള വർക്ക് ഫ്രം ഹോം ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂട്യൂബിലുണ്ട്. പക്ഷെ ഇതെല്ലാം മുതലെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ വർക്ക് ഫ്രം ഹോം എല്ലാം പൊട്ടയാണെന്ന് നമ്മൾ പറയുന്നില്ല. വർക്ക് ഫ്രം ഹോമിൽ വളരെ വലിയ ചതികൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിലൊരു പ്രത്യേക തരം രീതിയിൽ ആളുകൾ ഇപ്പൊ പുതിയ തരത്തില് വർക്ക് ഫ്രം ഹോമിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടമ്മമാരായാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ഓൺലൈൻ വഴി വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പൊ നമുക്ക് ആഡ്സ് കാണാൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ മതി, ഫോൺ വെച്ച് നിങ്ങൾക്ക് വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാം, അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ഒരുപാട് കാണാം. അപ്പൊ ആളുകളെല്ലാം ആ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കണ്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് ചെല്ലുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് നല്ലൊരു ജോലിയായിരിക്കാം, അപ്പൊ അതിൽ നിന്ന് നല്ലൊരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടാന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അവർ ചെല്ലുന്നത്. പക്ഷെ അവര് ഈ ഒരു സ്കാമേഴ്സ്, അതായത് ഈ ഒരു തട്ടിപ്പുകാര് ഇവരുടെ ഒരു അവസ്ഥ മുതലെടുത്ത് അവര് വളരെ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിൽ തന്നെ നിങ്ങൾ ചെന്നുപെടാം. അപ്പൊ ഈ അടുത്ത കാലത്ത്, അതായത് ഈ ഒരു മാസത്തിനുള്ളിൽ പുതിയതായിട്ട് നടക്കുന്ന ഒരു വളരെ വർക്ക് ഫ്രം ഹോം ബേസ് ചെയ്തിട്ട് നടക്കുന്ന വളരെ വലിയൊരു തട്ടിപ്പിന്റെ ഒരു സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മളിന്ന് പറയുന്നത്. ഇതില് മെയിൻ ആയിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു വാട്സപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിൽ അവർ പറയുന്നത്, നിങ്ങൾ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യും, നിങ്ങൾക്ക് ദിവസം 1000 മുതൽ 2000 രൂപ വരെ ഏൺ ചെയ്യാം, ചില ദിവസങ്ങൾ അതിൽ കൂടുതൽ ഏൺ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ട് നിങ്ങളെടുത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ അങ്ങനെയുള്ള ഇതിലൊക്കെ നിങ്ങളെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ വർക്ക് ഫ്രം ഹോമിൽ അവർ തരുന്ന ജോലികൾ എന്ന് പറഞ്ഞാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഗൂഗിൾ റിവ്യൂഡ്, അതായത് ഇപ്പൊ ഏതെങ്കിലും വളരെ വലിയ ഹോട്ടൽസ്, അതായത് ഇപ്പോ താജ് അല്ലെങ്കിൽ അങ്ങനത്തെ 5 സ്റ്റാർ ഹോട്ടൽസിനൊക്കെ അവർ റിവ്യൂ ഇടിപ്പിക്കും. ആ റിവ്യൂ ഇപ്പൊ 3 റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി, അപ്പൊ അതിനൊരു പേ ഔട്ട് കിട്ടും, അതൊരു 150 രൂപ പേ ഔട്ട് കിട്ടും. അതിന് ദിവസം ഒരു 30 ടാസ്ക്, അങ്ങനത്തെയൊക്കെയാണ് അവരുടെ സ്ട്രക്ചർ. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഗൂഗിൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയും. അല്ലെങ്കിൽ പറയും നിങ്ങൾ കുറെ യൂട്യൂബ് ചാനൽസ് എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കണം. അതുപോലെ പറയും വാട്സപ്പിന്റെ ചാനൽസ് ഉണ്ടല്ലോ, ഇപ്പൊ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. പിന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്ത് അതിന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകളായിട്ടാണ് ഇവർ വരിക. അതായത് ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവർ പറയുന്നത് നിങ്ങൾക്ക് ഒരു 20-25 ടാസ്ക് നിങ്ങൾ തരും. അപ്പൊ ഈ ടാസ്ക് എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാം ഈ ഗൂഗിൾ റിവ്യൂ അങ്ങനത്തെ സംഭവങ്ങളല്ല. അപ്പൊ അതിനകത്ത് അവര് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 20 ടാസ്കിനെ അവർ പലതരത്തിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ആദ്യത്തെ 3 ടാസ്ക് അവർ പറയും നിങ്ങളൊരു 3 കമ്പനിയുടെ ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ അവരുടെ ചാനൽ ഫോളോ ചെയ്യാനോ ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറയും. അപ്പൊ പറയും ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ടാസ്ക്, ഈ 3 കംപ്ലീറ്റ് ചെയ്തു, അതായത് 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട്, അതായത് എത്ര എമൗണ്ട് ആണ്, ഒരു 150 റുപ്പീസ് ഒക്കെ ആയിരിക്കും അവർ തരാം. അപ്പൊ അവര് നമ്മുടെ അടുത്ത് അവർ ചോദിക്കും, നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ UPI ID പറയും. അപ്പൊ നമ്മൾ UPI ID കൊടുക്കുമ്പോൾ അവർ ആക്ച്വലി ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. ഓക്കെ, സ്റ്റാർട്ടിങ്ങില് അതായത് നിങ്ങളെ ഇത് ഒറിജിനൽ ആണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് അങ്ങനെ ആ ഒരു എക്സാക്ട് എമൗണ്ട് നമുക്ക് ആദ്യം പേ ചെയ്തു തരും. പിന്നെ അവർ പറയും നിങ്ങളുടെ അടുത്ത് ഓക്കെ, നെക്സ്റ്റ് ടാസ്ക് നിങ്ങൾ ചിലപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും. അങ്ങനെ ഒരു 2-3 ചെറിയ ടാസ്ക് തന്നിട്ട് നിങ്ങളുടെ വിശ്വാസം അവർ കറക്റ്റ് ആർജിക്കും.
അതായത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ജോലിക്ക് നിങ്ങൾക്ക് ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ ഇൻസ്റ്റന്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് ഒരു 500 രൂപയ്ക്ക് അവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും നമുക്ക് അവരെ ഒരു വിശ്വാസമായി എന്ന് അവർക്ക് ഒരു തോന്നലുണ്ടാവും. കാരണം എന്താണ്, നിങ്ങൾ ഈ ഒരു ചെറിയ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പറയുന്ന കാര്യങ്ങൾ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ എമൗണ്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വാട്സപ്പ് ചാനല്. അപ്പൊ വാട്സപ്പ് ചാനൽ അയച്ചു കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യാൻ പറയും, ഇവർ പറയും നിങ്ങൾ ഞാനൊരു ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവരെനിക്ക് അയച്ചു തന്ന കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ അത് കാണിക്കാം. അപ്പോൾ അവർ ടെലഗ്രാമിൽ നിങ്ങളെ ആഡ് ചെയ്യും. ടെലഗ്രാമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറെ അതായത് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിനകത്ത് തന്നെ അവർ ചാനൽ മാനേജേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പ്രോഗ്രാം മാനേജർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാരെ നിങ്ങൾക്ക് അസൈൻ ചെയ്യും. അപ്പൊ അവർക്ക് പല പല പേരുകളായിരിക്കും. ഇപ്പൊ ഞാൻ ഇതിൽ അവർ പറഞ്ഞൊരു പേര് വെച്ചിട്ട് കപിൽ ചോപ്ര എന്ന് പറഞ്ഞ പേരുള്ള ഒരാളാണ് അവരായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത്. പക്ഷെ പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവർ ആ ടെലഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ കപിൽ ചോപ്ര എന്നുള്ള പേര് മാറി വേറെ ഒരു സെയിം നമ്പർ സെയിം അക്കൗണ്ട് ഇയാളായിട്ടുള്ള സംസാരിച്ച ചാറ്റ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. പക്ഷെ അയാളുടെ പേര് വേറെ എന്തോ ആയി, പ്രൊഫൈൽ പിക്ചർ മാറി. അപ്പോൾ അക്കൗണ്ട് അല്ല ഇതാണ്. അപ്പൊ അവര് ഓരോ ദിവസവും ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലാണ് അവർ ആഡ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലോബൽ ഇന്ത്യ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കിക്കോളൂ. അപ്പൊ ഇവര് നേരിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുക ഇതൊരു തട്ടിപ്പുകാരാണ്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിൽ ഇത് ഒരുപാട് ആളുകളുടെ ഒറിജിനൽ നമ്പേഴ്സ്, വാലിഡ് നമ്പേഴ്സ് ആണ് ഒക്കെ ഇതിലുണ്ട്. അപ്പൊ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവർ ആദ്യം ആഡ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ അതുകൊണ്ട് സാമ്പിൾ ടാസ്ക് എല്ലാം അവർക്ക് കൊടുത്തു. ആ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ ടെലഗ്രാമിൽ വരൂ. ടെലഗ്രാമിൽ പോയിട്ട് അവർ തന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. ടെലഗ്രാമിൽ പോയിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഇവര് കുറെ ചാനൽ മാനേജേഴ്സും കാര്യങ്ങളും. അപ്പൊ ഇതായിരുന്നു ടെലഗ്രാമിൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഗൂഗിൾ ഡേറ്റ ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടെലഗ്രാമിൽ അവർ ആഡ് ചെയ്തു. ഇതിൽ ഇവരുടെ അടുത്ത് പറഞ്ഞത് ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഗൂഗിൾ റിവ്യൂ ചെയ്തിട്ട് അത് വലിയ വലിയ ഹോട്ടൽസ് അവരുടെയൊക്കെ ഗൂഗിൾ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരാനാണ് പറയുന്നത്. അപ്പൊ അവരുടെ ഈ ഒരു തട്ടിപ്പുകാർ പറയുന്നത് ഇവരുടെ അടുത്ത് ഞങ്ങൾ ഓൾറെഡി ഇതൊരു ബൾക്ക് വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് റിവ്യൂ ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് പേയ്മെന്റ് തരും. ആ പേയ്മെന്റിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് തരിക എന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, അതുപോലെ തന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ടാസ്കുകൾക്ക് ഇവർ പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു വിശ്വാസം ഇവരെ ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിലാണ് ഇവർ ആഡ് ചെയ്തത്. അതിനുശേഷം ഇവരായിട്ട് സംസാരിച്ച ആളുകളുടെ ഇത് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ആ ചാനൽ മാനേജേഴ്സ് അവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇവരായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇവര് പേയ്മെന്റ് എല്ലാം കൊടുത്തു. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽസ് പറയാം. ഇപ്പൊ ഇവർ ഇങ്ങോട്ട് പേയ്മെന്റ് തരുന്ന കേസ് വരെയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതായത് ഗൂഗിൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈൻഡ് ഓഫ് പേയ്മെന്റ് ഞങ്ങൾ തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 4-5 ടാസ്കിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു ഏകദേശം ഒരു 500 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കിട്ടും. അത് കഴിയുമ്പോഴാണ് ഇവരുടെ ആക്ച്വൽ ഒറിജിനൽ വളരെ വലിയൊരു തട്ടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം നിങ്ങൾ ഇവരായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് തോന്നി ഇത് ഒറിജിനൽ ആണെന്ന്. പിന്നെ ഈ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ടെലഗ്രാം ഗ്രൂപ്പായാലും വാട്സപ്പ് ഗ്രൂപ്പായാലും ഇതിലൊക്കെ ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആളുകളാണ് ഉണ്ടാവുക. ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ, അതായത് നിങ്ങളെ അവർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റില്ല. പകരം നിങ്ങൾ ഈ 1-1 ആയിട്ട് ഈ ഒരു വ്യക്തികളുടെ അടുത്തായിരിക്കും, നിങ്ങളുടെ ചാനൽ മാനേജേഴ്സിന്റെ അടുത്തായിരിക്കും സംസാരിക്കാം. ഇവരുടെ ഗ്രൂപ്പിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ കുറെ പേരെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർ ആ ഗ്രൂപ്പിനകത്ത് വെറുതെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. എനിക്കിപ്പോൾ ഈ ഒരു ടാസ്ക് ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ 5,000 രൂപ കിട്ടി, 10,000 കിട്ടി, ചിലർ 50,000 രൂപ കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടാസ്ക് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഫേക്ക് സ്ക്രീൻഷോട്ട് ആയിരിക്കും. അതെല്ലാം ഇട്ടുകൊണ്ടിരിക്കും. നമ്മളിതെല്ലാം കാണുകയാണല്ലോ. അപ്പൊ നമ്മൾ കാണുമ്പോൾ ഓക്കെ അവർക്ക് അങ്ങനെ കിട്ടി, എനിക്കും ചെറിയ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അവർക്ക് ഇടുന്നത് വലിയ പേയ്മെന്റ് ആണ്. അവർ പറയുന്നത് എനിക്ക് 50,000 കിട്ടി, 1,00,000 കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിടുക. പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ 150, 250 അങ്ങനത്തെ ഒരു ടോട്ടൽ 500 രൂപ കിട്ടി. അപ്പൊ ഒരു സൈഡിൽ അവർ നിങ്ങൾക്ക് പേയ്മെന്റ് ചെറുതായിട്ട് തരുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ വേറെ ആളുകൾ, ഇവരുടെ തന്നെ ആളുകൾ, ഓക്കെ ആ ഗ്രൂപ്പിൽ എല്ലാം ഇവരുടെ ആളുകളായിരിക്കും. അവർ ഫേക്ക് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ടെല്ലാം അവര് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ നമ്മളെ സാധാരണ ഒരു മനുഷ്യന്റെ ഒരു മനസ്സ് ഓക്കെ ഇത് ഒറിജിനൽ ആണെന്നൊരു ചിന്ത, ഒറിജിനൽ ആണെന്ന് നമ്മൾ വിശ്വസിക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ്, ഈ സ്കാമിന്റെ അടുത്ത സ്റ്റെപ്പ് നടക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിലാണ് ഇവര് നമ്മളെ ശരിക്കും പറ്റിച്ച് വളരെ വലിയൊരു എമൗണ്ട് ഇവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര നേരം ഗൂഗിൾ റിവ്യൂ ചെയ്തു, ഇനി ഇതിലൊരു ചെറിയ ടാസ്ക് ഉണ്ട്.
ഇത് ഞാൻ ക്രിപ്റ്റോ കറൻസിയായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആണ്. അതായത് നിങ്ങൾ ആ ഒരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 15 ടാസ്ക് ഉണ്ടെങ്കിൽ ആ 15 ടാസ്കിന് അവർ സ്പ്ലിറ്റ് ചെയ്യും. ആദ്യത്തെ 4 ടാസ്ക് കഴിഞ്ഞാൽ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ടാസ്ക് നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് നോർമൽ ടാസ്ക് വരും, പിന്നെ വീണ്ടും ഒരു ക്രിപ്റ്റോ കറൻസി. അങ്ങനെ ഡെയിലി 3 ക്രിപ്റ്റോ കറൻസിയുടെ ടാസ്ക് നിങ്ങൾ ചെയ്യണമെന്നാണ് അയാളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റത്തെ ക്രിപ്റ്റോ കറൻസിയുടെ ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു വെബ്സൈറ്റ്, ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ വെബ്സൈറ്റ് തന്നെ പറയും, നിങ്ങൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ആ വെബ്സൈറ്റ് കാണുമ്പോൾ നിങ്ങൾ ഇതൊരു ഒറിജിനൽ ആണ്, പക്ഷെ അത് ഒറിജിനൽ അല്ല, അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഫേക്ക് ആയിട്ട് ഇവർ എക്സാക്ട് ഒറിജിനലിന്റെ എക്സാക്ട് കോപ്പി ഉണ്ടാക്കിയിട്ട് അതിന് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവര് പറയും, നിങ്ങളൊരു 1000 രൂപ ഫസ്റ്റത്തെ ടാസ്കിൽ ഇവർ പറയുന്നത് 1000 രൂപ ഈ ഒരു അക്കൗണ്ടിൽ ആഡ് ചെയ്യാൻ പറയും. അപ്പോ 1000 രൂപ ഇയാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾക്ക് 1000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 1000 പിന്നെ അതിന്റെ ഒരു ലാഭം എന്ന രീതിയിൽ ഒരു 500 രൂപ കൂടെ ആഡ് ചെയ്ത് തരും. അങ്ങനെ 1500 രൂപ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തരും. അപ്പോ ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾ 1000 രൂപ ആഡ് ചെയ്തു. പിന്നെ ഇയാൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ട്രേഡിംഗ് കോഡാണ്, അത് ട്രേഡ് ചെയ്യാൻ ഒരു ബിറ്റ് കോയിനില് അല്ലെങ്കിൽ ഇത്തേറിയത്തിലാണ് അതിന് ട്രേഡ് ചെയ്യാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് ഇതിൽ ട്രേഡ് ചെയ്തതിനു ശേഷം ജസ്റ്റ് അത് ഞാൻ പറയില്ല, ആ ഒരു വെബ്സൈറ്റ് ഫേക്ക് ആണ്. അവര് ജസ്റ്റ് ഒരു സിമുലേറ്റർ പോലെ അവര് ഫേക്ക് ചെയ്ത് ഉണ്ടാക്കിയിരുന്നാണത്. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മൾ സാധാരണക്കാരൻ പോയി നോക്കുമ്പോൾ ഇത് കറക്റ്റ് വെബ്സൈറ്റ് ആണ്. കാരണം ഇവര് ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് 1000 ഇട്ട് 1500 ലാഭം ഇവർക്ക് കാണിക്കുക എന്നുള്ളത്. അങ്ങനെ ഇയാൾക്ക് 1500 ലാഭം കാണിച്ചു. ആ സമയത്ത് അവർ ആക്ച്വലി ഇയാളെ പറ്റിക്കുന്നില്ല. അയാള് എന്താ ചെയ്ത 1500 രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് ഇവർ ഇട്ട് കൊടുത്തു. അപ്പൊ നേരത്തെ അയാൾക്ക് 500 മിനിറ്റ് പിന്നെ ഒരു 1500 1000 ഇട്ടിട്ട് ഒരു 500 രൂപ, ഏകദേശം ഒരു 1000 രൂപയായി. അതിനുശേഷം വീണ്ടും നോർമൽ ടാസ്ക് ചെയ്ത് ഒരു 500-600 ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ മൂന്നാമത്തെ ഈ ഒരു മർച്ചന്റ് ടാസ്ക്, അതായത് മർച്ചന്റ് ടാസ്ക് എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ ടാസ്ക്. ആ ഇതിൽ എത്തുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇതില് 4500 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ആക്ച്വലി 4500 രൂപ നേരത്തെ ഇട്ട് കഴിഞ്ഞില്ലേ, നേരത്തെ ഇട്ടപ്പോഴെല്ലാം ഇയാൾക്ക് തിരിച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാളെ 4500 കിട്ടും. അപ്പൊ ഏകദേശം ഇയാളൊക്കെ അത് ടാലി ഇയാളെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഏകദേശം ഇയാൾക്ക് 2500 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ 2000 കൂടി ഇട്ട് കളിച്ച് നോക്കാന്നുള്ള രീതിയിലാണ് ഇയാൾ ഇട്ടത്. ഇയാൾക്ക് ഏകദേശം ഇത് മനസ്സിലാവേണ്ടായിരുന്നു, ഇത് ഫേക്ക് ആണെന്ന് സ്കാം ആണെന്ന് ഇയാൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു, ഇയാള് ഒരു 2500 രൂപ കൂടി കൂട്ടി, 2000 കൂടി കൂട്ടി. നേരത്തെ ഇവർ ഓൾറെഡി 2500 ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ ചെറിയ ടാസ്ക് ചെയ്ത് ഇവരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ എന്താണെന്നുണ്ടെങ്കിൽ ഇയാൾ 2000 കൂടി ഇട്ട് 4500 രൂപ ഇട്ട് കൊടുത്തു. അപ്പൊ ആ പൈസ കിട്ടിയതിനു ശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറഞ്ഞു, ഓക്കെ ഇതില് 2 ടാസ്ക് ഉണ്ട്. ഓക്കെ 4500 നിങ്ങൾക്ക് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9000 രൂപ കിട്ടും, അതിന് ഡബിളും. ഓക്കെ അപ്പൊ അയാൾ 4500 കളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4500 ഇട്ട് അയാൾ ട്രേഡ് ചെയ്തപ്പോ അവര് ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രാം ചെയ്ത് ഓൾറെഡി വെച്ചിട്ടാണ് 4500 ഇട്ട് 50 അതിൽ 100% അവര് ആ ഒരു ഫുൾ കാണിച്ച് ഡബിൾ ആക്കി കാണിച്ചു 4500 9000 ആയി. അപ്പൊ ഇയാൾക്ക് ഭയങ്കര അതായത് ഒരു ചോദ്യം നടക്കും. അപ്പൊ നെക്സ്റ്റ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പൈസ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഗെയിമിൽ കളിക്കണം, ഒരു ട്രേഡിംഗ് എടുക്കണം. ആ ട്രേഡ് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എമൗണ്ട് എടുക്കാൻ പറ്റുക. അപ്പൊ അതിന് നിങ്ങൾ അതിലെന്താ ചെയ്യുക, അതിന് നിങ്ങൾ വേറെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ഒരു 4 ആളുകളും വേറെ ആഡ് ചെയ്യും. അപ്പൊ ആ ഇതിൽ പല ടാസ്കുകളുണ്ടാവും. അപ്പൊ ചിലവർ പറയും അതിൽ 4 ടാസ്കിൽ പറഞ്ഞു, ഒരു ടാസ്കിൽ 30,000 ടാസ്ക് ഉണ്ടാവും, പിന്നെ 50,000 ഉണ്ടാവും, 70,000 ഉണ്ടാവും, 1,00,000 ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇയാളെ 4 ആളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തപ്പോ ബാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു, അതിൽ 2 ആൾ പറഞ്ഞു 30,000 ടാസ്ക് എടുക്കുന്ന, ഒരാൾ പറഞ്ഞു 1,00,000 ടാസ്ക് എടുക്കുന്ന. പക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഇവരുടെ ആളുകളാണ്. ഇയാള് പറഞ്ഞു ഇയാളുടെ പൈസ ഇല്ല, കാരണം ഞാൻ അയാളുടെ ഓൾറെഡി ഉള്ള പൈസ അയാൾ തന്നെന്നുള്ള രീതിയിൽ പറഞ്ഞ് അയാൾ അവിടെ ഏകദേശം പൈസ തരുന്നില്ല എന്നുള്ളൊരു രീതിയിലെത്തി. അപ്പൊ മറ്റുള്ള ആൾക്കാർ ഇയാൾ പുഷ് ചെയ്യണം, നിങ്ങൾ എന്തായാലും തരാത്ത, ഞങ്ങള് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീം വർക്കാണ്, ഇത് എടുക്കും, ഞങ്ങള് 30,000 ഗെയിം കളിക്കാൻ പോവാണ്. എന്നിട്ട് ഇവരുടെ ഇയാളില്ലാന്ന് പറഞ്ഞിട്ടും ഇവര് ബാക്കി 30,000 ഗെയിം ആ ഒരു ട്രേഡ് എടുത്ത് ഇയാളുടെ മുമ്പിൽ വെച്ചിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് 54,000 രൂപ, അതായത് ആ ഒരു 30,000 ഗെയിം കളിച്ചു കഴിഞ്ഞാൽ 54,000 രൂപയാണ് ഇവർക്ക് പ്രോഫിറ്റ് വരിക. അത് കിട്ടിയെന്ന് പറഞ്ഞ് ഇയാൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോ ഇയാള് കറക്റ്റ് ഇയാൾക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് ആണെന്നുള്ള മനസ്സിലായത് കൊണ്ട് മാത്രം ഇയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ
അത്രയും പ്രഷർ ഉണ്ടായിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ പറഞ്ഞു ഇടാൻ പറ്റില്ല കാരണം ഓൾറെഡി 4500 പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ ഇങ്ങനെ പ്രൂഫ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഇയാൾക്ക് മനസ്സിലായി ഓക്കെ ഇനി ഈ ഒരു 30,000 ഇട്ട് ഉറപ്പായിട്ട് ഇയാളുടെ നിന്ന് ഇവർ ഈ പൈസ കൊണ്ടുപോയേക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരെന്താ ചെയ്യുക, ചിലപ്പോൾ 30,000 തിരിച്ചു കൊടുത്തേക്കാം. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ ഇതിലും വലിയൊരു എമൗണ്ട് ഇയാളെ കൊണ്ട് ഇടിപ്പിച്ച്, കാരണം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു കൺസെപ്റ്റ് ഇവരുടെ ഉണ്ട്. അപ്പോൾ അതാണ് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ചെറിയ ചെറിയ പേയ്മെന്റ് കിട്ടി. അപ്പോൾ ഓവറോൾ ഇയാൾക്ക് ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഏകദേശം ഇയാൾക്കൊരു 4,500 രൂപയുടെ അടുത്ത്, 4,500 അല്ല, ഒരു 2,000 രൂപയുടെ അടുത്താണ് ഇയാൾക്ക് നഷ്ടം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ അയാൾക്ക് അത് മനസ്സിലായി ഓക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അപ്പോൾ അയാൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും. ഇനി വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇനി വരുന്ന വർക്ക് ഫ്രം ഹോംസിൻ്റെ ജോലികളൊക്കെ വരുമ്പോൾ അയാൾ നല്ല ശ്രദ്ധാലുവായിരിക്കും. കാരണം ഇങ്ങനത്തെ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ മനസ്സിലായി. പിന്നെ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ ഓൾറെഡി സൈബർ ഇതിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ ഗൂഗിൾ ചെയ്താൽ മതി നിങ്ങൾക്ക് സൈബറിൽ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു ഇത്രയുള്ള വളരെ സിമ്പിളാണ്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഏത് ജോലിക്കും വർക്ക് ഫ്രം ഹോം മാത്രമല്ല, ഇനിയിപ്പോൾ വർക്ക് ഫ്രം പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റർ അയച്ചിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്ര ആലോചിച്ച് നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ജോലിയിലൊന്നും അങ്ങോട്ട് യാതൊരുവിധ പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്ത് നോക്കുക, അത് വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നോക്കുക. പക്ഷേ അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പേയ്മെൻറ്റ് ആദ്യം ചെയ്യണം എന്നിട്ട് ഞങ്ങൾ വർക്ക് തരാം, ആ വക പരിപാടി ഒക്കെ നിങ്ങൾക്ക് അതൊരു ഫേക്ക് എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. കാരണം അങ്ങനെ ജോലി ചെയ്യാൻ ആവശ്യമുള്ള ആളുകൾ, അതായത് ജോലി ആവശ്യമുള്ള മാത്രം വെച്ചാൽ വർക്ക് തീർക്കണം അല്ലെങ്കിൽ ഒരു ജോലി ആക്ച്വലി ഉണ്ടെന്ന് വെച്ചാണെങ്കിൽ അവർ അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്ക് തരിക. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ചെയ്യും. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ള യാതൊരുവിധ വർക്ക് ഫ്രം ഹോം ആ ഒരു സ്കീമിലും ചെന്ന് പെടാണ്ടിരിക്കുക. അത് 100% തട്ടിപ്പിൻ്റെ ഒരു ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി 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 എങ്ങനെ സപ്പോസ് ഇത് മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഫേക്കാണ് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം നെക്സ്റ്റ് ട്രൈ ചെയ്യാനൊന്നും നിൽക്കരുത്. കാരണം ഇവരെല്ലാം ഭയങ്കര തട്ടിപ്പുകാരാണ്. ഇവർക്ക് ചെറുതായിട്ട് മനസ്സിലായി നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഇവർ പറ്റിച്ചിട്ട് പോകും. ഇവർ ഓൾറെഡി ഇത് ഡെയിലി ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ നിർത്തുക. എത്രയാണോ പോയത് ആ ഒരു ലോസ് മിനിമൈസ് ചെയ്യുക, കൂടുതൽ നഷ്ടപ്പെടാതിരിക്കുക. തുടർന്ന് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ ഓൺലൈനായിട്ട് കേരള പോലീസിൻ്റെ, ഇപ്പോൾ ഇയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് വളരെ കോപ്പറേറ്റീവായിട്ട് ഒരു ഓൺലൈൻ നമ്പറിൽ ഓൺലൈൻ പോയി രജിസ്റ്റർ ചെയ്തു. ഇവരുടെ ഒരു കസ്റ്റമർ കെയർ നമ്പറിൽ പോയി വിളിച്ച് സംസാരിച്ചു. അയാളുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നത് വെച്ചാൽ ഓക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കുറച്ച് പൈസ പോയെന്നാണ് പോലീസുകാർ ചോദിക്കുന്നത്. കാരണം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഡേ തന്നെ ഏകദേശം 90,000 രൂപയും 1,00,000 രൂപയുടെ അടുത്തൊക്കെ ഈ ഒരു സെയിം രീതിയിൽ പറ്റിക്കപ്പെട്ടുള്ള കംപ്ലയിൻറ്റുകൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞങ്ങൾ ഒരു മിനിമലാണ്. പിന്നെ പോലീസ് ചോദിച്ചു നിങ്ങളപ്പോൾ മിനിമലായിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവർ സ്കാം പീപ്പിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്കാം ആണെന്ന് അറിയാം. അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് യാതൊരുവിധ പോലീസിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ഇതിനൊന്നിനും പേടിയില്ല, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇയാളുടെ അടുത്ത് വാട്സപ്പിലും അതുപോലെ ടെലഗ്രാമിലൊക്കെ ഇവർ മെസ്സേജ് അയച്ചു. ആ ഒരു പോയിന്റിലാണ് ഇയാൾ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ചതും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. കാരണം ഇനി ആർക്കും ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ വീട്ടമ്മമാരായാലും നമ്മുടെ കുട്ടികളായാലും എല്ലാവരും നോക്കുന്നൊരു മേഖലയാണ്. അപ്പോൾ ഇനി ആർക്കും ഈ ഒരു വീഡിയോ കാണുന്ന അറ്റ്ലീസ്റ്റ് എത്ര ആൾ, ഒരു 100 ആൾ കണ്ട, എത്ര വളരെ കുറച്ച് ആൾ കണ്ടാലും ആ കാണുന്ന ആളുകൾക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓൾറെഡി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ അറിയില്ല, ഞാനത് പറയുന്നില്ല, ഓൾറെഡി നമ്മുടെ വീഡിയോ ലെങ്ത് ആയി. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ എന്താ വെച്ചാൽ ഇതിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കമൻറ്റായിട്ട് ഞാൻ ആഡ് ചെയ്തിടാം. പിന്നെ ഇതിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതും നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കുന്നതിന് കാരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വാർത്തകൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പുണ്ടായ കാര്യങ്ങളാണിത്.
തട്ടിപ്പാണ്. അപ്പൊ ഇതില് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോക്ക് ലൈക്ക് അടിക്കുക എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആളുടെ അടുത്ത് അവർ പറഞ്ഞത് നിങ്ങൾ ഗൂഗിൾ റിവ്യൂ ഇടുക, 5 സ്റ്റാർ റിവ്യൂ ഇട്ട് കമന്റ് ഇട്ട് സ്ക്രീൻഷോട്ട് അയക്കുകയാണ്. അപ്പൊ ഇത് ഒരുപാട് രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഏകദേശം ഒരു സ്കീമിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കും വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു സിമിലർ തട്ടിപ്പ്, ഇത് ആക്ച്വലി ഇവിടെ എന്താ പറയുക, കൊല്ലത്ത് നടന്നൊരു സംഭവമാണ്. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയുമല്ലോ ഒരു ക്രിപ്റ്റോയുടെ ഒരു സൈറ്റ് ഇവർ നമുക്ക് തന്നു, ആ ഒരു സൈറ്റിനകത്താണ് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ആ വ്യക്തി, അതായത് ഇപ്പം സാധാരണ ഒരു വ്യക്തി അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ക്ലോൺ ആണ്, ഇതൊരു പറ്റിപ്പ് സൈറ്റ് ആണെന്ന്. ആ സൈറ്റ് ഇയാൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്, അവർ ക്ലോൺ ചെയ്ത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമുലേറ്റർ പോലെ ഉണ്ടാക്കിയിട്ടൊക്കെയാണെന്ന്. അപ്പൊ അതേ കൺസെപ്റ്റിലാണ് ഇവിടെ ഇവര് ഈ ഒരു ആളുകള് ഒരു വ്യക്തിനെ പറ്റിച്ചു. അതായത് വളരെ കോടികളുടെ തട്ടിപ്പാണ്. അതായത് 2 കോടിക്ക് 6 കോടി ലാഭം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കൊണ്ട് പറഞ്ഞ് 2 കോടി രൂപ അക്കൗണ്ടിൽ ഇടിപ്പിച്ചിട്ട് ഫേക്ക് ആയിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ കാണിച്ചു, അല്ലെങ്കിൽ ഒറിജിനൽ സൈറ്റ് പോലെ തോന്നും. ആ സൈറ്റ് നോക്കി അയാളെ, അതായത് ഇവര് ഒന്നും ചെയ്യുന്നില്ല, അവര് 2 കോടി വരെ അയാളുടെ എടുത്ത് വേറൊരു ഒരു ഫേക്ക് സൈറ്റ് ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കി, ഇവരനെ ജസ്റ്റ് പറ്റിച്ച് അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈറ്റില് 6 കോടി എന്നുള്ള രീതിയിൽ കാണിച്ചു. ഓക്കെ, അപ്പൊ അത് നോക്കുമ്പോ അയാൾ നോക്കുമ്പോ ഓക്കെ ഞാൻ 2 കോടി ടു 6 കോടി വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഫേക്ക് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തട്ടിയെടുത്തതാണ് ഈ ഒരു വളരെ വലിയൊരു തട്ടിപ്പാണിത്. ഇപ്പൊ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഈ 19-30 വിളിച്ച് ഞാൻ ഡീറ്റെയിൽസ് കമന്റിൽ ഇടാം. അപ്പൊ ആർക്കൊക്കെയാണോ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ മടിക്കരുത്. ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ചെയ്താലാണ് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഓൺലൈൻ ജോലികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പൈസ അങ്ങോട്ട് കൊടുത്തുള്ള യാതൊരുവിധ പരിപാടിക്ക് നിൽക്കരുത്. ഇങ്ങോട്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സാലറി എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിട്ട് മാത്രം ഈ ഓൺലൈൻ വർക്ക് ചെയ്യുക. ഇപ്പൊ ഓൺലൈനിലുള്ള എല്ലാ കാര്യങ്ങളും തട്ടിപ്പാണ് എന്നല്ല പറയുന്നത്. ഓൺലൈനിൽ ഒരുപാട് ജെന്യൂൻ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം ജോലികളും ഫ്രീലാൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ജെന്യുവിൻ ആണോ എന്ന് നിങ്ങളത് കണ്ടുപിടിക്കണം. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഇത്ര നോക്കിയാൽ മതി, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട യാതൊരുവിധ കാര്യമില്ല, ഇങ്ങോട്ടായിരിക്കും പൈസ അവർ തരേണ്ടത്. അപ്പൊ ആ ഒരു ബേസിക് കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അറിയുന്ന ആളുകളോട് ചോദിക്കുക, ഇത് ഒറിജിനൽ ആണോ അല്ലോ എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ച് നോക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ കമന്റിൽ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് പറ്റുന്ന രീതിയിൽ അത് വെരിഫൈ ചെയ്ത് പറഞ്ഞുതരാൻ പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.